യാ ഗുഡ് മോർണിംഗ്. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോസ്റ്റർ ഡേ 1504 1504 ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആറ്റിറ്റ്യൂഡിന്റെ എക്സ്ട്രീമിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് എക്സ്ട്രീമിസം ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആറ്റിറ്റ്യൂഡ് ഓഫ് എക്സ്ട്രീമിസം, എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ് എന്തൊക്കെ രൂപത്തിലാണ് നമുക്ക് എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുക? എല്ലാറ്റിനും എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? അല്ലെങ്കിൽ എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ച. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എന്നാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും ആവാം. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റിലേഷൻഷിപ്പിലാണ്. ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ കെമിസ്ട്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക്കൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻഷിപ്പിന്റെ ഇന്റൻസിറ്റി എക്സ്ട്രീം ആവാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒരു ആവറേജ് മെയിൻ്റനൻസ് ആണ് മിനിമം ആവശ്യം. ഒരു മിനിമം ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജിൽ അപ്പുറത്തേക്ക് എക്സ്ട്രീം പോസിറ്റീവോ എക്സ്ട്രീം നെഗറ്റീവോ ആയിട്ട് നിൽക്കുന്നത് ഒരു വലിയ ചലഞ്ചാണ്. പലപ്പോഴും എക്സ്ട്രീം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബോണ്ടിങ് തന്നെ നമ്മളുടെ റിയാലിറ്റിയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾ, വളരെ എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ ഡിമൈസ്, അവരുടെ നിര്യാണം, വിയോഗമൊക്കെ മറ്റുള്ള ആളുകളെ വളരെയധികം പ്രയാസപ്പെടുത്തും. ഇതൊക്കെ പറഞ്ഞാൽ പോലും ഇതിൽ നിന്നും ആളുകൾക്ക് എക്സിറ്റ് അടിക്കുന്നൊന്നും സാധിക്കില്ല. അത്ര ഈസി എനിക്കോ നിങ്ങൾക്കോ സാധിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഏറ്റവും സസ്റ്റൈനബിൾ ആയ, ഏറ്റവും ഈസി ആയ, ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, ഏറ്റവും പോസിബിളായ, ഏറ്റവും സൗകര്യമുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നതിന് പകരം ആവറേജ് പ്ലസ് അല്ലെങ്കിൽ ആവറേജിൻ്റെ അബോവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുക, അമ്മയെ അടിച്ചു ഓടിക്കുക, അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുക, വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന മകൻ അവരെവിടെയോ പോയി താമസിക്കുന്ന വീട്ടിൽ പോയി അവിടെ പോയി ആക്രമിക്കുക, അവിടെ നിന്ന് അവരെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കുക, കൊല്ലാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ നെഗറ്റീവായിട്ടോ, അതേപോലെ തന്നെ വളരെ എക്സ്ട്രീം പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ട ഡെഡ് ബോഡിയുടെ കൂടെ കിടന്നുറങ്ങി അതിനെ മമ്മിയാക്കി സൂക്ഷിച്ച് അതിൻ്റെ കൂടെ ജീവിക്കൂ എന്ന് വിചാരിക്കുന്നിടത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എത്തുന്ന രൂപത്തിലുള്ള പോസിറ്റീവ് എക്സ്ട്രീമിസവും നെഗറ്റീവ് എക്സ്ട്രീമിസവും ഒക്കെ ഒരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഏതൊക്കെ വിഷയത്തോട് ക്രേസ് അല്ലെങ്കിൽ ക്രേവിങ് അല്ലെങ്കിൽ ഓവർ ഹങ്കർ ആയിട്ടുള്ള ഏതൊക്കെ ഏരിയകളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എക്സ്ട്രീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് ഇടക്ക് നല്ലതായിരിക്കും. അപ്പം അമിതമായി ക്രേസിനെസ്, കഴിഞ്ഞ ദിവസം ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ഹാപ്പിനെസ് നൽകുന്ന ആക്ഷൻസിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിലൊരാൾ എഴുതുകയും എഴുന്നേറ്റ് നിന്ന് പറയുകയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കണം. അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് ചില ആക്ടിവിറ്റികൾ അങ്ങനെ പറയാൻ പറ്റും. എക്സ്ട്രീമായിട്ട് അത്തരത്തിലുള്ള ക്രിയേറ്റീവോ അല്ലാത്ത അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ അല്ലാത്ത, പ്രൊഡക്റ്റീവ് അല്ലാത്ത, പ്രോഗ്രസീവ് അല്ലാത്ത, പോസിറ്റീവ് അല്ലാത്ത ആറ്റിറ്റ്യൂഡുകളൊക്കെ നമ്മൾ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനെ ഒരു ആവറേജിലേക്കോ എബോവ് ആവറേജ് വരെയെങ്കിലും കൊണ്ടു നിർത്താൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ബാലൻസ്ഡ് ലിവിങ്ങിൻ്റെ പോസിബിലിറ്റി കറക്റ്റായി. എപ്പോഴും ഒരു ഹ്യൂമൻ ബീയിങ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ലിവിങ്, കാരണം ബാലൻസ്ഡ് ലിവിങ് മാൻഡേറ്ററി ആണ് ഹ്യൂമൻ ബീയിങ്ങിന്. ഒരേ സമയം ഹ്യൂമൻ ബീയിങ്സിന് നല്ല സൗന്ദര്യത്തിൽ ജീവിക്കണം, നല്ല ആരോഗ്യത്തിൽ ജീവിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ആളുകളുമായി മീറ്റ് ചെയ്യണം, നല്ല സെക്ഷൽ ലൈഫ് ഉണ്ടാവണം, നല്ല ഫാമിലി ലൈഫ് ഉണ്ടാവണം, നല്ല സോഷ്യൽ ലൈഫ് ഉണ്ടാവണം. ഇങ്ങനെ എല്ലാറ്റിനും നല്ല ഓക്കെ ഗുഡ് എന്ന് പറയുന്ന ഒരു ലെവലിൽ ഒരാൾ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബാലൻസ്ഡ് ലൈഫ് കൊണ്ട് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അതല്ലാതെ ഒരു സന്യാസിയെ പോലെ ആയി മാറുകയും പൂർണ്ണമായി സമ്പൂർണ്ണ കുടുംബ, സാമൂഹിക, സാമ്പത്തിക എല്ലാ രംഗങ്ങളിൽ നിന്നും മാറി നിന്ന് ഒറ്റക്ക് ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്ന എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം എഗെയിൻസ്റ്റ്
നേച്ചർ പ്രകൃതത്തിന് വിരുദ്ധമാണ്, ഹ്യൂമൻ നേച്ചറിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളും ഒരുപക്ഷെ നമുക്ക് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും അപകടമുണ്ടാക്കും എന്നുള്ളത് കൂട്ടത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാം കൃത്യമായി വെക്കുക, എല്ലാം കറക്റ്റായി വെക്കുക, ഒതുക്കി വെക്കുക, അത് പൊസിഷൻ ടു പൊസിഷൻ വെക്കുക, പെർഫെക്റ്റ് ആവുക, പെർഫെക്ഷനിസ്റ്റ് ആവുക, പെർഫെക്ഷനിസത്തിന്റെ അഡിക്റ്റ് ആയിട്ട് മാറുക. സി, അതൊരു എക്സ്ട്രീമിസ്റ്റ് ലെവലിലേക്ക് പോയി. പലപ്പോഴും കൗൺസിലിങ്ങിന് വരാറുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു ചടങ്ങാണ്, വലിയ ഒരു എന്താ പറയാ, ആരോപണ വിധേയമാവാറുള്ള, ആരോപിക്കാറുള്ള ഒരു വലിയ പ്രശ്നമാണ് പെർഫെക്ഷൻ അധികമാണെന്നുള്ളത്. സി, ഇറ്റ്സ് എ ലൈക്ക് ഓഫ് ആറ്റിറ്റ്യൂഡ് വിച്ച് ഇസ് എക്സ്ട്രീമിസ്റ്റ് ആറ്റിറ്റ്യൂഡ്. സോ നമുക്ക് എക്സ്ട്രീമിസ്റ്റ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു ദീർഘമായ അവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഏത് പ്രവണതയിലും എക്സ്ട്രീമിസം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ആം ഐ എൻ എക്സ്ട്രീമിസ്റ്റ്? ഞാനൊരു എക്സ്ട്രീമിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അത് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രീമിസ്റ്റ് ആവേണ്ടി വരും. അതെങ്ങനെയാണ്? തീരെ വൃത്തിയില്ലാതെ നടക്കുന്ന അല്ലേ, നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് ആണ് നെഗറ്റീവ്. അതിനപ്പുറത്തേക്ക് ഈ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ. ഇപ്പൊ നമ്മൾ ഈ കോവിഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വൈറസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാസ്ക് ഇടുന്നതും, അതേപോലെ വൈറൽ കാര്യങ്ങൾ ചെയ്യുന്നതും, സാനിറ്റൈസ് ചെയ്യുന്നതും, ഹാൻഡ് വാഷ് ചെയ്യുന്നതും ഒരു എക്സ്ട്രീമിസ്റ്റ് മോഡ് ശരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ സിനാരിയോ, ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്ത് നമ്മൾ കാണിക്കുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് പെർസ്പെക്ഷനും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു പക്ഷേ ചില പർട്ടിക്കുലർ സമയങ്ങളിൽ നീഡഡാണ്. നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിൽ എക്സ്ട്രീമിസ്റ്റ് ആവണം ചില സമയങ്ങളിൽ. ഇപ്പൊ ജോലി ചെയ്യുന്നിടത്ത്, സിസ്റ്റം ഫോളോ ചെയ്യുന്നിടത്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഫുൾ 100% ഓക്കെ ആയിരിക്കണം. വിമാനം യാത്ര ചെയ്യുന്ന സമയത്ത് അവർ തരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിനെ എക്സ്ട്രീമായിട്ട് ഫോളോ ചെയ്യൽ മാൻഡേറ്ററി ആണ്. കാരണം അല്ലെങ്കിൽ അത് ഒരാളുടെ അല്ല, ഒരുപാട് ആളുകളുടെ ജീവിതത്തിന് അപകടം പറ്റാവുന്ന പല തകരാറുകളിലേക്കും അതിനെ നയിച്ചേക്കാം എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് ഏരിയകളിൽ ചില സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീമായിട്ട് ചില കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് വളരെ റിലീജിയസ് ആയിട്ട് കാര്യങ്ങളെ അറിഞ്ഞു കണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടതുണ്ട്. സോ എബോവ് ആവറേജ് ഈസ് ആൾവേസ് ബെറ്റർ. ഗുഡ്, ദാറ്റ് വിൽ ബി ഗുഡ്, ദാറ്റ് വിൽ ബി വെരി ഗുഡ്, ദാറ്റ് വിൽ ബി ഓക്കെ, ഗ്രേറ്റ്. But in extremism can spoil mindset, mechanism, emotional damaging, depression, ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ഹെവി സാഡ്നെസ് തരാൻ ഈ പോസിബിലിറ്റീസ് എല്ലാം ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഡിഫറെൻറ്റ് ഭക്ഷണം കഴിക്കുന്നതായിരുന്നാലും, ജീവിക്കുന്നതായിരുന്നാലും, സന്തോഷിക്കുന്നതായിരുന്നാലും, ഇതെല്ലാം മാറി 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 വരുന്ന, വ്യത്യസ്തമായി വരുന്ന സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ചുറ്റുപാടുകൾക്കോ അനുസൃതമായിട്ടോ നമ്മുടെ എമോഷൻസ് ചേഞ്ച് ആയി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ ഇതിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ആവറേജ് ലിവിങ്, അതായത് ഒരു ബാലൻസ്ഡ് ലിവിങ് ആണ് ഏറ്റവും ബ്യൂട്ടി. സോ നോട്ട് ടു ബി എൻ എക്സ്ട്രീമിസ്റ്റ്, an attitude of extremism is a toughest one, even it is positive or negative. Very rare case it is needed, like I told. So കേൾക്കാത്ത ആളുകൾ ഒന്നുകൂടി അത് ആവർത്തിച്ച് കേൾക്കുക. താങ്ക് യു. വിഷിംഗ് യു all the very best and have a great day and God bless you. Thank you so much and love you all.